ഹായ് നമസ്കാരം. വോയിസ് ഓഫ് മുജീബിലേക്ക് അവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. 2025 IPL RCBയുടെ തേരോട്ടം. കളിച്ച രണ്ടാം മത്സരത്തിലും ഏകപക്ഷീയ വിജയവുമായി RCB പോയിന്റ് പട്ടികയിൽ മുന്നിൽ. റൺ റേറ്റിലും വളരെ മുന്നിലാണ് RCB. ഇന്നത്തെ RCBയുടെ വിജയം ചെന്നൈ സൂപ്പർ കിങ്സിനെതിരായിരുന്നു. ചെന്നൈ സൂപ്പർ കിങ്സ് സ്വന്തം തട്ടകത്തിൽ ടോസ് ലഭിച്ച് ബൗളിംഗ് തെരഞ്ഞെടുത്തപ്പോൾ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിന് അയക്കപ്പെട്ട RCBക്ക് വേണ്ടി ലെവലേശം ഭയമേതുമില്ലാതെ അടിച്ചുകളിയുടെ ആശാൻ സാൾട്ടിന്റെ മിന്നും പ്രകടനമായിരുന്നു തുടക്കം. 16 പന്തിൽ 32 റൺസ്, ഒരു 6, 5 ഫോറുകൾ. തുടക്കം സാൾട്ടിന്റെ വെടിക്കെട്ടായിരുന്നെങ്കിൽ ഒടുക്കം ടിം ഡേവിഡിന്റെ വെടിക്കെട്ടായിരുന്നു. അവസാന ഓവറിൽ തുടർച്ചയായി 3 സിക്സുകൾ അടിച്ചുകൊണ്ട് RCBയുടെ സ്കോർ 196 എന്നതിലേക്ക് എത്തിച്ചു. RCBയുടെ ബാറ്റിംഗ് നിരയിൽ ക്യാപ്റ്റൻ പടിതർ വീണ്ടും മികച്ച ഒരു ഇന്നിംഗ്സ് കളിച്ചുകൊണ്ട് കളിയിലെ പ്ലെയർ ഓഫ് ദ മാച്ച് അവാർഡിന് അർഹനായി. അദ്ദേഹം 32 പന്തിൽ 51 റൺസാണ് നേടിയെടുത്തത്, 3 സിക്സുകളും 4 ഫോറുകളും. ഇന്നത്തെ കളിയിലെ പ്ലെയർ ഓഫ് ദ മാച്ചായി പ്രഖ്യാപിക്കപ്പെട്ട പടിതർ നൽകിയ 3 അവസരങ്ങളാണ് ചെന്നൈ ഫീൽഡേഴ്സ് വിട്ടുകളഞ്ഞത്. ക്യാച്ച് ഡ്രോപ്പ്, മാച്ച് ഡ്രോപ്പ് എന്ന് പറയുന്നതിന് അനർത്ഥമാക്കുന്ന ഒരു പ്രകടനമായിരുന്നു ചെന്നൈ ഫീൽഡേഴ്സിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. വളരെ നിരാശപ്പെടുത്തുന്ന പ്രകടനം. ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റിൽ കഴിഞ്ഞ മത്സരങ്ങളിൽ നിറഞ്ഞാടിയ ഖലീൽ അഹമ്മദും നൂർ അഹമ്മദും ഇത്തവണയും നല്ലൊരു പ്രകടനമാണ് ചെന്നൈക്ക് വേണ്ടി കാഴ്ചവെച്ചത്. പക്ഷേ അവർക്ക് വേണ്ട ഒരു സപ്പോർട്ട് ഫീൽഡേഴ്സിൽ നിന്നില്ലാതെ പോയി എന്ന് വേണം പറയാൻ. മുംബൈക്കെതിരെ 4 വിക്കറ്റുകളും RCBക്കെതിരെ 3 വിക്കറ്റുകളും നേടിക്കൊണ്ട് നൂർ അഹമ്മദ് വിക്കറ്റ് വേട്ടയിൽ വളരെ മുന്നിലാണ്. പതിരാനയും വളരെ നല്ലൊരു ബൗളിംഗ് പ്രകടനമാണ് ചെന്നൈക്ക് വേണ്ടി കാഴ്ചവെച്ചത്. പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ ഫീൽഡേഴ്സിന്റെ സപ്പോർട്ട് ഇല്ലാത്തൊരു ദിനമായിരുന്നു ഇന്ന് ബൗളേഴ്സിന്. അതുകൊണ്ട് തന്നെയാണ് ചെന്നൈ ആ പരാജയത്തിലേക്ക് പോകാൻ മുഖ്യ കാരണം എന്ന് വേണം പറയാൻ. അതിനേക്കാൾ ഉപരി മറ്റൊരു കാര്യം പറയാനുള്ളത്, RCBക്ക് വേണ്ടി ബൗൾ ചെയ്യാനെത്തിയ ഹാസിൽവുഡ് രണ്ടാമത്തെ ഓവർ ബൗൾ ചെയ്യാനെത്തിക്കൊണ്ട് 2 വിക്കറ്റുകളാണ് ഓവറിൽ നേടിയെടുത്തത്. ത്രിപാഠിയെ പുറത്താക്കിക്കൊണ്ട് ആദ്യ പ്രഹരം നൽകിയപ്പോൾ പിന്നീട് ക്രീസിലെത്തിയ സാധാരണ നിലയിൽ രക്ഷകനാകാറുള്ള ക്യാപ്റ്റൻ ഗെയ്ക്വാദ് പക്ഷേ 3 ബോളുകൾ ഡോട്ടുകൾ സംഭവിച്ചപ്പോൾ ആ ഒരു പ്രഷറിൽ നിന്ന് ഒരു അനാവശ്യ ഷോട്ട് ശ്രമിച്ചുകൊണ്ട് ബൗണ്ടറി ലൈനിൽ പിടികൊടുത്തപ്പോൾ ചെന്നൈ തീർത്തും നിറം മങ്ങിപ്പോകുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് കാണാൻ കഴിഞ്ഞത്. പിന്നീട് വലിയൊരു പോരാട്ടമൊന്നും ചെന്നൈയുടെ ഭാഗത്തുണ്ടായില്ലെങ്കിലും സച്ചിൻ രവീന്ദ്ര 41 റൺസ് നേടി, രവീന്ദ്ര ജഡേജ 25 റൺസ് നേടി. ഏഴാമനായി എത്തിയ MS ധോണി 16 പന്തിൽ 30 റൺസും നേടി. ഇവിടെ ക്രിക്കറ്റ് പ്രേമികൾ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാര്യം, അശ്വിനും പിറകെയാണ് മഹേന്ദ്ര സിംഗ് ധോണി ബാറ്റിങ്ങിന് വേണ്ടി ക്രീസിലെത്തുന്നത്. കഴിഞ്ഞ തവണയും മഹേന്ദ്ര സിംഗ് ധോണി 7ാമനായും 8ാമനായും ഇറങ്ങിയപ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണത്. വീണ്ടും ഇന്ന് അത് ആവർത്തിക്കുന്നു. അതും മികച്ച റൺ റേറ്റ് വേണ്ട സമയത്താണ് ധോണിക്കും മുന്നേ അശ്വിൻ ക്രീസിലെത്തുന്നത്. ആരെയും അമ്പരപ്പിക്കുന്ന ഒരു നീക്കമായിരുന്നു അത് എന്ന് വേണം പറയാൻ. അത്ഭുതപ്പെടുത്തുന്ന കാര്യം അതൊന്നുമല്ല, RCBയുടെ ക്യാപ്റ്റൻ പടിതരിന്റെ ഓരോ നീക്കങ്ങളാണ്. അത് ക്രിക്കറ്റ് ലോകം ചർച്ച ചെയ്യപ്പെട്ടു കഴിഞ്ഞു. അവിചാരിതമായിട്ടാണ് പടിതരിലേക്ക് ക്യാപ്റ്റൻസി തേടിയെത്തിയത്. പക്ഷേ അത് അദ്ദേഹം വളരെ വ്യക്തമായി ടീമിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് സത്യം. കഴിഞ്ഞ മത്സരത്തിലെ പോലെ തന്നെ ഈ മത്സരത്തിലും അത്ഭുതം സൃഷ്ടിച്ചുകൊണ്ട് ഏകാധിപത്യ വിജയമാണ് എതിർ ടീമുകൾക്കെതിരെ RCB നേടുന്നത്. ക്യാപ്റ്റൻ പടിതർ 2 മത്സരമാണ് കഴിഞ്ഞിട്ടുള്ളതെങ്കിലും ക്രിക്കറ്റ് ലോകം ഇപ്പോൾ തന്നെ അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടു തുടങ്ങി. കൊള്ളാം ഈ പയ്യൻ എന്നാണ് പറഞ്ഞു തുടങ്ങുന്നത്. കാരണം അദ്ദേഹം ബൗളേഴ്സിനെ ഉപയോഗിക്കുന്ന ഒരു രീതി. ഇന്ന് ഓൾറൗണ്ടർ ലിവിങ്സ്റ്റൺ അദ്ദേഹം ബാറ്റ് കൊണ്ട് ടീമിന് പരാജയമാണ് സമ്മാനിക്കുന്നത്. അദ്ദേഹത്തിന് ഫോമിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇന്ന് 4 ഓവർ എറിഞ്ഞ് അദ്ദേഹം 28 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 2 വിക്കറ്റുകൾ നേടിയെടുക്കുന്നു. യാഷ് ദയാൽ ഒരു എക്സ്പീരിയൻസ് ബൗളറായി മാറിക്കഴിഞ്ഞു. ഒരു ഓവറിൽ തുടരെ 2 വിക്കറ്റുകൾ നേടുകയുണ്ടായി. ഹാസിൽവുഡ് 3 വിക്കറ്റുകൾ, അതും ഒരു ഓവറിൽ തുടരെ 2 വിക്കറ്റുകൾ നേടിക്കൊണ്ട് ചെന്നൈയുടെ തുടക്കം തന്നെ ഒടിച്ചു കളഞ്ഞ ബൗളർ. കഴിഞ്ഞ മത്സരത്തിൽ വിന്നർ ബൗളറായ കൃണാൽ പാണ്ഡ്യ ഇന്ന് ബൗൾ ചെയ്യാനെത്തിയത് 14 ഓവറുകൾക്ക് ശേഷമാണ്. അപ്പോൾ ഓരോ ബൗളേഴ്സിനെയും ഓരോ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട്, ഓരോ ടീമിനെ മനസ്സിലാക്കിക്കൊണ്ട്, ഓരോ കളിക്കാരെ മനസ്സിലാക്കിക്കൊണ്ട് ഉപയോഗപ്പെടുത്താൻ ക്യാപ്റ്റൻ പടിതറിന് സാധിക്കുന്നു എന്നത് വലിയ കാര്യം തന്നെയാണ്. അതിലൂടെ ടീമിന് വേണ്ട വിജയം നേടിക്കൊടുക്കുന്നു. എടുത്തു പറയേണ്ട ഒരു ക്യാപ്റ്റൻസി തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ക്രിക്കറ്റ് വിദഗ്ധർ പറയുന്നത് ഈ പയ്യൻ കൊള്ളാം. അതെ, അത് പടിതറിനെ കുറിച്ചാണ്. കഴിഞ്ഞ 2 മത്സരത്തിലും ക്യാപ്റ്റൻസിയിലും ബാറ്റ് കൊണ്ടും ടീമിന് വേണ്ടി നല്ലൊരു പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. ഇനിയും മത്സരങ്ങൾ ഒട്ടനവധി ബാക്കിയുണ്ട്. ഇതൊരു തുടക്കം മാത്രം. പക്ഷേ ഒന്നാവർത്തിക്കാം, ഈ തുടക്കം ഒടുക്കം വരെ RCB മുന്നോട്ട് പോയി കഴിഞ്ഞാൽ
ഈ വർഷത്തെ കപ്പ് നമ്മുടേതെന്ന RCBയുടെ സ്ഥിരം ഡയലോഗ് ഈ വർഷം യാഥാർത്ഥ്യമാകുമെന്നതിൽ സംശയമില്ല. അങ്ങനെ ആവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഒരിക്കൽ കൂടി നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഗുഡ് ബൈ.